പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായി എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം അല്പസമയം ധ്യാനിക്കാം. കർത്താവിൻ്റെ വചനം ഇപ്രകാരം നമ്മോട് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 37 മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ ജീവജലത്തിൻ്റെ അരുവികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഖണ്ഡിക ആരംഭിക്കുന്നത്. അപ്പോൾ ഈശോ പറയണം, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കണം. കാരണം ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നത് ക്രിസ്തുവിലൂടെയാണ്. ആ യേശുവിലൂടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒഴുകപ്പെടുന്നത്. എന്നാൽ ആ പരിശുദ്ധാത്മാവ് മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാൻ വേണ്ടി യേശു അധികാരം കൊടുത്തിരിക്കുന്നത് തിരുസഭയ്ക്കാണ്. തൻ്റെ 11 ശിഷ്യന്മാർക്കാണ് ഈശോ അധികാരം കൈമാറിയത്. സുവിശേഷം പ്രസംഗിക്കുവാനും അതുപോലെ തന്നെ ജ്ഞാനസ്നാനം കൊടുക്കുവാനുമുള്ള അധികാരം കൈമാറിയത് ഈശോ തൻ്റെ ശിഷ്യന്മാർക്കാണ്. ആ ശിഷ്യന്മാരുടെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ ദൈവം പരിശുദ്ധാത്മാവിനെ ഈ കാലഘട്ടത്തിൽ കൊടുക്കുന്നു. എന്നാൽ അന്ന് ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് പറഞ്ഞതിൻ്റെ ജീവജലത്തിൻ്റെ അരുവികളെക്കുറിച്ച് പറയുമ്പോൾ ഈശോ പറയുന്ന വലിയൊരു ആത്മീയ രഹസ്യമുണ്ട്. അവിടെ ഇങ്ങനെ പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലിഖിതം പ്രഖ്യാപിച്ചിരിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകപ്പെടും. ഓരോ വ്യക്തികളും ഒന്ന് ചിന്തിക്കണമേ, ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട്. ഇന്ന് പലപ്പോഴും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുന്ന പലരും യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരല്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തി ക്രിസ്തു കാണിച്ചു തന്ന, ക്രിസ്തു പറഞ്ഞു തന്ന ആ മാർഗത്തിലൂടെ സഞ്ചരിക്കും. ഇന്ന് പലരും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞൊരു കൂട്ടായ്മയായിട്ട് ക്രിസ്തുവിൻ്റെ പേരും പറഞ്ഞ് ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആരും തന്നെ ക്രിസ്തുവിൽ ജീവിക്കുന്നില്ല. ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുമില്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ ക്രിസ്തു കാണിച്ചു തന്ന മാർഗത്തിലൂടെ അവർ മുമ്പോട്ട് നീങ്ങും. ആദിമസഭ തൊട്ട് മുൻപോട്ടുള്ള കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കും, നമ്മുടെ പല പിതാക്കന്മാരും അനേകം വ്യക്തികൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കുവാൻ തയ്യാറായവരുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിൽ എത്ര പേർ അതിന് തയ്യാറാകുമെന്ന് സ്വയം ഒന്ന് ആത്മപരിശോധന ചെയ്യുന്നത് നല്ലതാണ്. ഈ കാലഘട്ടത്തിൽ മനുഷ്യന് വേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയല്ല. ഇന്ന് മനുഷ്യന് വേണ്ടത് ഈ ലോകത്ത് നശിച്ചു പോകുന്ന ഈ ലോകത്തിൻ്റെ സമ്പത്ത്, സ്ഥാനമാനം, അംഗീകാരം, ജോലി, ഭൗതികത, ഇതൊക്കെയാണ് ഈ കാലഘട്ടത്തിൽ മനുഷ്യന് ആവശ്യം. പക്ഷേ ഇതൊന്നും ആ ദൈവത്തിൻ്റെ ആത്മാവിൽ ചേർന്ന പോകുന്ന ഒരു വ്യക്തിക്ക് ഇതെല്ലാം സ്വന്തമാക്കി കൊണ്ടു നടക്കാനും പറ്റത്തില്ല. അത് വലിയൊരു ആത്മീയ സത്യമാണ്. ഇവിടെ യേശു പറയാണ്, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലിഖിതം പ്രഖ്യാപിച്ചിരിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുമെന്ന് യേശു പറഞ്ഞാൽ ഒഴുകിയിരിക്കും. യേശു പറയണം, ഇത് അങ്ങനെ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ. അതിന് മാറ്റമില്ല. യേശുവിൻ്റെ വാക്കിന് മാറ്റമില്ല. മനുഷ്യൻ്റെ വാക്കിന് മാറ്റമുണ്ട്. മനുഷ്യനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, കർത്താവിനെ വിശ്വസിക്കാൻ പറ്റും. ഒരിക്കലും മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം മനുഷ്യൻ ചതിയനാണ്, വഞ്ചകനാണ്, കാപട്യമുള്ളവനാണ്. എത്ര ഉന്നതനായ ധ്യാനഗുരുവായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, മനുഷ്യനിൽ കാപട്യമുണ്ട്, മനുഷ്യനിൽ തിന്മ കിടപ്പുണ്ട്. എന്നാൽ ദൈവത്തിൽ തിന്മയില്ല, കാപട്യമില്ല. ജീവജലത്തിൻ്റെ അരുവി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒഴുകും. എന്നിട്ട് പറയണം, ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് അവിടുന്ന് കൊടുക്കുവാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് ചെന്നേ പറ്റൂ. തുടർന്ന് നമുക്ക് വചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും 39-ാമത്തെ തിരുവചനത്തിൽ അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് കൊടുക്കുവാനിരുന്ന പരിശുദ്ധാത്മാവിനെ പറ്റിയാണ്. തുടർന്ന് പറയണം, അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. എന്തെന്നാൽ അതുവരെയും യേശു മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷമാണ് യേശു തൻ്റെ ആത്മാവിനെ തൻ്റെ ശിഷ്യന്മാർക്ക് കൈമാറുന്നത്.
ദൈവം തൻ്റെ ആത്മാവിനെ കൊടുത്തത് പരിശുദ്ധ അമ്മയ്ക്ക് മറിയത്തിനൊക്കെ പരിശുദ്ധാത്മാവിനെ നേരത്തെ കൊടുത്തുവെങ്കിൽ, എന്നാൽ പിന്നീട് യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ശേഷമാണ് ദൈവം തൻ്റെ ശിഷ്യന്മാരിലേക്ക് തൻ്റെ പരിശുദ്ധാത്മാവിനെ അയക്കുന്നത്. ഈ സത്യം നമ്മളൊന്ന് തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഞാൻ ഉന്നതത്തിലേക്ക് ആരോഹണം ചെയ്യും, പരിശുദ്ധാത്മാവ് വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കണമെന്ന്. അങ്ങനെ പ്രാർത്ഥനാപൂർവ്വം കാത്തിരുന്ന ശിഷ്യന്മാരിലേക്ക് ദൈവം തൻ്റെ ആത്മാവിനെ വർഷിക്കുന്നത് തുടർന്ന് അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് പരിശുദ്ധാത്മാവിനെ വേണോ? പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നിറഞ്ഞ് മുൻപോട്ട് ജീവിക്കണമോ? പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നിറഞ്ഞ് മുൻപോട്ട് ജീവിക്കണമെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് തന്നെ പോകണം. മനുഷ്യൻ്റെ അടുത്തേക്ക് പോയിട്ട് യാതൊരു വിശേഷവുമില്ല, യാതൊരു പ്രയോജനവുമില്ല. ഒരുപക്ഷെ മനുഷ്യൻ്റെ അടുത്തേക്ക് ചെന്നാൽ പ്രയോജനത്തിന് പകരം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പം അവൻ്റെ പോക്കറ്റിലുള്ളതും കൂടി അടിച്ചു മാറ്റുവാൻ വേണ്ടിയിരിക്കുന്ന മനുഷ്യന്മാരുണ്ടെന്ന്. മറ്റുള്ളവരുടെ പോക്കറ്റിലേക്ക് അടിച്ചു മാറ്റി സുഖജീവിതം നയിക്കുന്ന വ്യക്തികൾ ഇന്ന് സമൂഹത്തിൽ ധാരാളമുണ്ട്. പലരും പലതരത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ, പല രീതികളാണെന്ന് മാത്രമേ ഉള്ളൂ. ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് കടന്നു ചെന്ന് നമ്മുടെ ജീവിതത്തെ ഒന്ന് നവീകരിച്ചുകൊണ്ട്, ജീവിതത്തിൻ്റെ കുറവുകളെയൊക്കെ തമ്പുരാൻ്റെ മുമ്പിലേക്ക് നിറക്കി വെച്ചുകൊണ്ട്, കുദാശകളിലൂടെ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ ഒന്ന് ഉജ്ജ്വലിപ്പിച്ചുകൊണ്ട്, ആ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി നമുക്ക് ഓരോരുത്തർക്കും മാറാം. നമുക്ക് ദൈവത്തിന് മുമ്പിൽ ഒരു നിമിഷം എന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ഓരോരുത്തരും കടന്നു വരുമ്പോൾ അവിടുത്തെ ആത്മാവിൻ്റെ ചൈതന്യം അവിടുന്ന് ഞങ്ങളിലേക്ക് ഒഴുക്കുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, കുദാശകളിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ദൈവിക വരത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ നിർവീര്യമാക്കിയ നിമിഷങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളെ അങ്ങയുടെ ആത്മാവിനാൽ നിറയ്ക്കണമേ, നയിക്കണമേ, പരിപാലിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.